കാര്യം ഞാനതിറങ്ങാം. ശരിയാടാ. വന്നോളടാ. ചേട്ടൻ വന്നൊന്നില്ല. ഞങ്ങൾ പോയിട്ട് അതെയല്ലേ? തോറ്റല്ലേ ഇവിടെ നോക്കി നടക്ക്. എന്താണ് കുമാരൻ കൊണ്ടാണല്ലോ ഞാൻ പോണത്. ഈശ്വരാ നടക്കടാ. ഏതാടി സ്ഥലം ഇത്? നീ ഇങ്ങോട്ട് വാ എടപ്പടയാട്ടി. വാടാ. കൊറേ നേരമല്ലേ എവിടെയാണ് പോണത്? എന്താണ് ഇവിടെ സമാനപ്പെട? വാടാ. കണ്ടാ ഞങ്ങളുടെ ബുത്തിനെ കണ്ടാ? ആശാനേ ആശാനേ നമ്മ എത്തിയാശാനെ. എന്റെ അമ്മ കുറച്ച് പണിയും കിട്ടിയ ഒന്നും പറയണ്ട. കപ്പല്ലേ നോക്കി വേണം. നോക്കി നോക്കി വരേ. എന്തുട്ടേ അല്ലടാ നമ്മളെ ഇങ്ങോട്ടേക്ക് വന്നേ. സാധനം അവിടെ ഇരിക്കുന്നേ. അങ്ങോട്ടേക്ക് പോവാ. മക്കളെ ഇരിക്കും എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കും. സ്വന്തം വീട് പോലെ നോക്കിയിരിക്കടാ. എടാ ഇതാണ് സാക്ഷ അമൃത്. ഇതടിച്ചാലുണ്ടല്ല മൂന്നാം പക്ക എഴുന്നേക്കത്തുള്ളൂ. മൂന്നാം പക്ക എനിക്ക് ദേഷ്യക്കുരുത്താ. ഇതെന്തോ എന്റെ പൊന്നു ആശാനെ. ആശാനെ ഇതെന്തിനാ? ഇതാ ആശാനെ ഒരെണ്ണം നിനക്കല്ലേ? തരാട്ടാ തരാ. ഇന്ന അടിയടാ അടി. അടിക്കലടാ അടിക്കലടാ. നീ അടിക്കടാ തരൂ. ഇവനോടൊക്കെ ആശാനെ. ആശാനെ പയ്യനാണ്. അപ്പൊ നീത്തി അടിച്ചാ മതി. പിടിക്ക് പിടിക്ക്. എടാ ഇവനൊക്കെ കൊടുക്കണോടാ. കുഴപ്പമില്ല നമ്മുടെ പയ്യന. കുറച്ചും കൂടി ഒഴിക്കാച്ചാനെ. എന്തുട്ട് കാട്ടാ കുറച്ചുകൂടി വെച്ചേ. ഇത്ര അടിച്ചാ മതി. അടി അടി. ആശാനെ താഴെ കളയല്ലേ ആശാനെ. ആശാനെ അരിക്കണി ഒഴിക്കണത് കളയല്ലേന്ന്. ആശാനെ ഞാൻ അടിക്കൂട്ടാ. അടിക്കൂലേ? അയ്യോ ഈ അടിയടാ തരൂ. നീ അടി അടി. എടാ വേണ്ടട്ടാ ജോലിയാണ്. കെട്ട ചോയ. അടി അടി അടി. മിണ്ടി പറയുന്നവരെ ഞാൻ
പറഞ്ഞേ. ഞാൻ വെക്ക. അമ്പോ രജനീകാന്ത. അയ്യോ അവിടെ പോട് 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 ഞാനും അവനിപ്പോഴാ ഞാൻ 10 പൊറോട്ട ചിക്കൻ കറി മേടിച്ചു കൊടുത്ത്. ഇരിക്കാശനെ ആശാൻ ഈ പട്ടിക്കാട് എങ്ങനെ പിടിച്ചു ആശാനെ? അതൊരു വലിയൊരു കഥയാണേ. എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ സ്ഥലം ഇതൊക്കെ. ഞാൻ ജയിച്ചത് പറഞ്ഞത് ഇവിടെ തന്നെയാ. ഞാനൊരു സ്വകാര്യം പറയാവേ. നിങ്ങൾ വേറെ ആരോട് പറയല്ലേ. ഈ ടിപ്പു സുൽത്താൻ ഉണ്ടല്ലോ, ടിപ്പു സുൽത്താൻ പുള്ളിക്കാരനൊക്കെ വാറ്റി കൊടുത്തോണ്ടിരുന്നത് എന്റെ അപ്പൂപ്പൻ. ആശാനെ ആശാനെ ഈ സ്ഥലത്ത് റേഡിംഗ് ഒന്നും ഉണ്ടാവൂലേ? എടാ മണ്ട, ഇവിടെ റേഡിംഗ് ഒന്നും ഇല്ല. ഇവിടെ ഒരു പട്ടിച്ചാത്ത പോലും വരുന്നില്ല. നീ ഇവിടെ കിടന്ന് ചത്താ പോലും ഒറ്റൊരുത്തിരി തിരിഞ്ഞു നോക്കത്തില്ല. അയ്യ നിങ്ങൾ തന്നെ വരാനായിട്ട് എന്തോരം പാടുപെട്ട്. എടാ എനിക്ക് തന്നെ വിഷമമുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഞാൻ സാധനവും ഞാൻ റെഡിയാക്കി വെച്ചു. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവൻ മാത്രം നീ മാത്രം അടിക്കാണ്ടിരിക്കണം. നീ ആ ഗ്യാസ് ഉച്ചയിൽ നോക്ക്. അവൻ എത്ര പേർക്ക് ഒരു കുഴപ്പമില്ല. നീ അടിക്കണം. ഗ്യാസാണല്ലേ പറഞ്ഞേ? അടിക്കണം. അത്രേ ഉള്ളൂ. തറവ് കൊടുക്കണ, തറവ് കൊടുക്കുക. ഹലോ ആശാനെ സൈമണാണ്. എന്നതാണോ ആശാനെ ഇവിടെ എക്സൈസ് വന്നിട്ടുണ്ട്. എക്സൈസ് ഇവിടെ മൊത്തം വന്നിരിക്കാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സ്കൂട്ടാവും. നിങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി. ആകെ സീനാണ്ടാ. അയ്യോ ഒന്നുമില്ലടാ. ഇല്ല ഒന്നുമില്ല. നീ അവിടെ കിടന്നു. കാര്യം കുപ്പിരിക്കാൻ ഞാൻ ഇപ്പൊ എടാ ഞാനൊന്ന് മൂത്ത് വെച്ചിട്ട് ഇപ്പൊ വരാണ്. ഇതാ അശ്വന്റെ ഫോണാണല്ലോ. എന്താ ഇവിടെ കിടക്കണേ? ആശാനെ നിങ്ങൾ എവിടെ എത്തി? ഒന്ന് വേഗം വാ. ഏതോ വഞ്ചിക്കാരനാണ് ഉച്ചേക്കണത്. നിങ്ങൾ വന്നേ. നീ കാട് വഴി വന്നാ മതിട്ടാ. എന്താ കാര്യം പറ. ആശാനോട്
എനിക്കട പോക്കെ എടാ ചരടാ എടാ എക്സസൈസ് വേണമെന്ന് ഇവിടെ എസ്കേപ്പ് ആവണം വാ അപ്പളെ പറഞ്ഞാലേ എടാ അതിനൊക്കെ വിളിക്ക് പണ്ടാണ് എടാ തെറ്റിന് ചക്കോല കിടക്കേണ് എടാ വാടാ എനിക്ക് പോലീസ് ഒരു ആണ് എടാ ആശാൻ എസ്കേപ്പ് വേണം വാ ഇവിടെ ആരുമില്ല സാറേ. ഒന്ന് നോക്കണോ? പതുക്കെ ഒറ്റെടുക്കല്ലേ മിണ്ടാ. പോവാ സാറേ. എടാ ഈ കായങ്ങളൊക്കെ എടുത്തിട്ടില്ലേ? എങ്ങനാടാ? എടാ ഇനി മതിയായില്ലേടാ? ഇന്നലെന്താ ഭാഗ്യം കൊണ്ടാടാ നമ്മ രക്ഷപ്പെട്ടത്. നമുക്ക് ഈ പരിപാടിയൊക്കെ നിർത്താടാ. നമുക്കിതൊന്നും പറ്റൂല. നമ്മുടെ ജീവൻ നശിപ്പിക്കണതിന് വേണ്ടി നമുക്കിത് നിർത്താടാ. പറയാടാ. നമ്മുടെ ആൻഡ്രല്ലടാ ആണല്ലോ. എടാ ഇതെന്ത് പറ്റിയത്? എടാ നോക്കണം. ചേട്ടാ എന്ത് പറ്റിയത്? അയ്യോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവൻ ലിവർ സിറോസിസായിരുന്നു. കുറച്ചാളായിട്ട് കിടപ്പായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലത്. എവിടെ വെച്ചായിരുന്നു? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവന്റെ അമ്മയൊക്കെ അവിടെ നിൽക്കാറുണ്ട്. സഹിക്കാൻ പാടില്ല. അപ്പൊ വീട്ടിലാ? നീയൊക്കെ ഇവിടെ ഉള്ളല്ലടാ. നിനക്കൊക്കെ അറിഞ്ഞൂടെ? അവനാകെ ഒരു പെങ്ങൾ വെച്ചാണ്. ദേശാരുണ്ണൊക്കെ അറിയാല. അതിന്റെ കണ്ണീരണ്ട് സഹിക്കാൻ പറ്റണ ദൈവത്തിന്റെ ഓരോ കളികള്. ദേശാരുണ്ണ നിന്റെയൊക്കെ ചങ്കാരുന്നില്ലടാ. കൊഴപ്പില്ലടാ. അടിച്ചാടാ. വേണ്ട എനിക്കൊന്നും ചെയ്യില്ല. എടാ ഇങ്ങനെയൊക്കെയല്ല ശീലിക്കണേ. അളിയാ നമ്മളെന്നും ഇതുപോലെ വെള്ളടിച്ച് സെറ്റായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും. ഓക്കെ അല്ലേ? എന്ത് മൂത്തല്ലേടാ. ചങ്കാക്കി വിടണവന്റെ ചങ്കല്ലേ ഞാൻ പറിച്ചേ. ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളിൽ ഇല്ലാണ്ടായി.